ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബ്ലൂം വിത്ത് നോളജ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റി ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാരണം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഭൂരിഭാഗം പേരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഗോൾ സെറ്റിങ്ങും അത് നേടിയെടുക്കുന്നതും. നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് എത്ര തവണ ഒരു പേപ്പറിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഒരു വീക്ക് കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിനെപ്പറ്റി മറന്നിട്ടുണ്ടാവും അല്ലേ? ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ഉണ്ട്, എങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാം ആൻഡ് അത് എങ്ങനെ നേടിയെടുക്കാം എന്ന്. ആദ്യം എന്തുകൊണ്ടാണ് നമ്മുടെ ഗോൾസ് ഫെയിൽ ആവുന്നത് എന്ന് നമ്മൾ അറിയണം. ഒന്നാമത്തേത്, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഗോൾസ് ആയിരിക്കും നമ്മൾ ആദ്യം പോയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് വേഗം വെയിറ്റ് കുറയ്ക്കണം, എനിക്ക് വേഗം റിച്ച് ആവണം തുടങ്ങിയവ. രണ്ടാമത്തെ കാരണം അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ ആണ്. ആദ്യത്തെ ആ ഒരു മോട്ടിവേഷന് കയറി നമ്മൾ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് ഗോൾസ് സെറ്റ് ചെയ്യും, പക്ഷെ നമുക്ക് അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. രണ്ടാമത്തെ ദിവസം തന്നെ വേണ്ട എന്ന് പറഞ്ഞ് ക്വിറ്റ് ചെയ്യുന്നു. അപ്പം ഗോൾസ് ഫെയിൽ ചെയ്യുന്നതിന്റെ രണ്ട് മെയിൻ റീസൺ നമ്മൾ മനസ്സിലാക്കി, റൈറ്റ്? ഇനി നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലേക്ക് കിടക്കാം. നമ്പർ 1, മേക്ക് ഇറ്റ് സ്പെസിഫിക് ആൻഡ് ക്ലിയർ. ആദ്യം നമ്മൾ നമ്മുടെ ഗോളിൽ സൂപ്പർ സ്പെസിഫിക് ആയിരിക്കണം. എനിക്ക് ഹെൽത്തി ആവണം എന്നതിന് പകരം ഡെയിലി ഞാൻ ഒരു 30 മിനിറ്റ് നടക്കണം എന്നത് ഗോളാക്കി സെറ്റ് ചെയ്യുമ്പം നമ്മൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആവും. ഇവിടെ നമ്മുടെ ഗോൾസ് മോർ മെഷറബിൾ ആൻഡ് ക്ലിയർ ആണ്. അപ്പോഴേ അതിനായിട്ട് വർക്ക് ചെയ്യാനും ഉള്ളിലൊരു തോന്നൽ വരികയുള്ളൂ. നമ്പർ 2, ബ്രേക്ക് ദം ഇൻ ടു മിനി ഗോൾസ്. നമ്മുടെ ഗോൾസിനെ ബ്രേക്ക് ചെയ്താൽ കാര്യങ്ങൾ പിന്നീട് എളുപ്പമായിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് പുതിയൊരു ലാംഗ്വേജ് പഠിക്കണം, അതാണ് നിങ്ങളുടെ ഗോൾ. അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ആൽഫബറ്റ്സ് പഠിക്കുക, സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഒരു 20 വേർഡ്സ് മെമ്മറൈസ് ചെയ്യുക, തേർഡ് സ്റ്റെപ്പായിട്ട് ബേസിക് സെന്റൻസ് പഠിക്കുക. അപ്പം ഗോൾസിനെ ബ്രേക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. നമ്പർ 3, ബി റിയലിസ്റ്റിക് ആൻഡ് ഹോണസ്റ്റ് വിത്ത് യുവർ സെൽഫ്. നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ, ഇതൊക്കെ വളരെ നന്നായിട്ട് അറിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങൾ ഒരു ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന വ്യക്തി ആണെങ്കിൽ ഒരു 5 മണിക്കൂർ നിങ്ങളുടെ ഗോളിനായിട്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. നിങ്ങൾ ടയേർഡ് ആവും, റൈറ്റ്? സോ 5 മണിക്കൂറിന് പകരം ഒരു 30 മിനിറ്റ് ആയാലോ? അത് ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണം. ഇഫ് നോട്ട്, അതിൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്തുക. നമ്പർ 4, ട്രാക്ക് യുവർ പ്രോഗ്രസ്. നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ജേർണൽ കീപ്പ് ചെയ്യാം, ഒരു പ്ലാനർ യൂസ് ആക്കാം, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ചെക്ക് ലിസ്റ്റ്. ഈ പ്രോഗ്രസ് ആണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കാനായിട്ട്. ആൻഡ് ഈ പ്രോഗ്രസ് നോട്ട് ചെയ്യുമ്പം നമുക്കും എന്തൊക്കെയോ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു ഫീലും വരും. നമ്പർ 5, റിവാർഡ് യുവർ സെൽഫ് ആൻഡ് സ്റ്റേ ഫ്ലെക്സിബിൾ. ലാസ്റ്റ് ആയിട്ട് നിങ്ങളെ റിവാർഡ് ചെയ്യാൻ മറക്കരുത്. ഒരു ചെറിയ ഗോൾ ആയാലും അത് നിങ്ങൾ അച്ചീവ് ചെയ്താൽ സെലിബ്രേറ്റ് ഇറ്റ്. ആ ഒരു റിവാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ആയിരിക്കണം. സോ ഇത് നിങ്ങളുടെ ബ്രെയിനെ എക്സൈറ്റ് ആക്കും അടുത്ത ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട്. ആൻഡ് ഗൈസ്, ബി ഫ്ലെക്സിബിൾ. ചിലപ്പോൾ ലൈഫ് ഗെറ്റ് സ്റ്റക്ക്. അപ്പം ഒരു ദിവസം നിങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കാം, ലൈക്ക് നമ്മുടെ ഗോൾ അഡ്ജസ്റ്റ് ചെയ്യാം, ബട്ട് നെവർ ക്വിറ്റ്. കാരണം പ്രോഗ്രസ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, അത് ഓർത്താൽ മതി. സോ അത്രയേ ഉള്ളൂ ഗായ്സ്. ഇതേപോലെ റിയലിസ്റ്റിക് ഗോൾസ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കൂ, അച്ചീവ് ചെയ്യാൻ പറ്റും തീർച്ച. അടുത്ത് നിങ്ങളുടെ ഗോൾ എന്താ? കമന്റ് ചെയ്യണേ. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സോ ഗൈസ്, കീപ് ഷൈനിങ്, കീപ് ഗ്രോയിങ്, ആൻഡ് ആസ് ഓൾവേസ് കീപ് ബ്ലൂമിങ്. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.